സതീഷ, ഇത് റോങ് ആണ്, ഇത് തെറ്റാണ് മുഖ്യമന്ത്രി. കാരണം എന്താണെന്നറിയോ? നിങ്ങളോട് മാധ്യമപ്രവർത്തകർ ഗുരുവായൂർ വിഷയത്തെ കുറിച്ച് ചോദിക്കുമ്പോ അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും വലിയ രീതിയിൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോ നിങ്ങൾ അവിടെ പറഞ്ഞ 2-3 കാര്യങ്ങളുണ്ട്. എന്റെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ, അതിൽ ഒരാൾ എന്റെ കൺമാൻ, ബാക്കി 3 പേർ ഞാൻ സ്ഥിരം പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആളുകൾ എന്നാ പറഞ്ഞത്. പിന്നെ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഗുരുവായൂർ അമ്പലത്തിനകത്ത് മാധ്യമങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്തിടത്ത് നടന്ന കാര്യങ്ങളാണ്. എന്താണത്? ഞാൻ ഉപദൈവങ്ങളെ തൊഴാൻ വേണ്ടി പോകുമ്പോ അവിടുത്തെ സെക്യൂരിറ്റി കൈ കാണിച്ചു, സാധാരണക്കാരെ നിർത്താൻ നോക്കിയപ്പോ പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സാധാരണക്കാരുടെ വഴി മുടക്കിയില്ല എന്നുള്ളത്. നിങ്ങൾ ശീവേലിയിലേക്ക് പോകുമ്പോൾ സാധാരണക്കാരനെ പോലെ നിന്ന് തൊഴുതു എന്നത് സത്യമായിരിക്കാം, ഞങ്ങൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാരണം മാധ്യമങ്ങളുടെ ആക്സസ് ഇല്ലാത്ത സ്ഥലത്താണ്. മാധ്യമങ്ങളുടെ ആക്സസ് ഉള്ള സ്ഥലത്ത് നടന്ന ഒരു കാര്യമുണ്ട് താങ്കൾ പറഞ്ഞതിൽ. എന്താണത്? എന്റെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. അത് താങ്കൾ പറയുന്നത് എങ്ങനെയാ? വളരെ കോൺഫിഡൻസോടെ താങ്കൾ സ്ഥിരം വെച്ചു പുലർത്തുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, എന്തുണ്ടെങ്കിലും അങ്ങ് കൃത്യമായി പറയുന്നു എന്നുള്ള തോന്നൽ. ഇവിടെ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ഒരു പ്രശ്നവുമില്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു പ്രശ്നവുമില്ല, കോൺഗ്രസിൽ ഗ്രൂപ്പിസം ഇല്ല എന്നൊക്കെ താങ്കൾ പറയുമ്പോൾ മറുവശത്ത് അടിയും ഇടിയും തൊഴിയും നടക്കുമ്പോഴും താങ്കൾ വെച്ചു പുലർത്തുന്ന ആ ബോഡി ലാംഗ്വേജ് ആളുകൾ ഒരുപക്ഷെ ട്രോളുകളിലേക്ക് പോലും കൊണ്ടുപോകുന്ന ആ ബോഡി ലാംഗ്വേജ് എന്തുമായിരിക്കട്ടെ, ഞങ്ങൾ കണ്ടത് എന്താണ്? ഗുരുവായൂർ അമ്പലത്തിലേക്ക് താങ്കൾ കയറി വരുമ്പോൾ 5ആണോ സതീഷ? 5ആണോ മുഖ്യമന്ത്രി നിങ്ങളുടെ കൂടെ ഉള്ളത്? 10ആണോ മുഖ്യമന്ത്രി നിങ്ങളുള്ളത്? ഒരു പരിവാരം ജനങ്ങളല്ലേ നിങ്ങളുടെ കൂടെ ഉള്ളത്? 10ഉം 15ഉം അല്ലാതെ ആളുകൾ തിങ്ങി നിറഞ്ഞ് നിങ്ങൾ നടന്നു വന്ന വീഡിയോ ഈ നാട്ടിലെ ജനങ്ങൾ കാണുകയല്ലേ. എന്നിട്ട് നിങ്ങൾ പറയാ എന്റെ കൂടെ വെറും 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. അവിടെയാണ് മിസ്റ്റർ CM ഞങ്ങൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചു തുടങ്ങുന്നത്. കാരണം നിങ്ങൾ 3 കാര്യങ്ങൾ പറഞ്ഞു. 1 ശീവേലി, 2 ഉപദൈവങ്ങളെ തൊഴുതു, 3 നിങ്ങൾ അമ്പലത്തിലേക്ക് വരുമ്പോൾ 4 പേരെ ഉള്ളൂ എന്ന്. പൊതുജനം കണ്ടത് നിങ്ങൾ പറഞ്ഞ അമ്പലത്തിലേക്കുള്ള എൻട്രി, ആ പന്തലിലൂടെ നിങ്ങൾ നടന്ന് ശ്രീകോവിലിനകത്തേക്ക് പോകുന്ന ആ ഒരു സംഭവം. അവിടെ നിങ്ങൾ പറഞ്ഞത് കള്ളമാണ്. അപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ അകത്ത് നടന്നു എന്ന് പറയുന്നത് ഞങ്ങൾ കള്ളമായി ചിന്തിക്കണ്ടേ? ഈ നാട്ടിൽ ഓഡിയോ ക്ലിപ്പുകൾ പ്രചരിച്ചില്ലേ? മണിക്കൂറുകളോളം നിന്ന് ഞങ്ങൾ മടുത്തു. ഇവിടെ ഒരു മുഖ്യമന്ത്രി വരുമ്പോ എന്താ മുഖ്യമന്ത്രി മാധ്യമ സമ്മേളനത്തിൽ ആദ്യം പറഞ്ഞത്? പ്രഥമ മാധ്യമ സമ്മേളനത്തിൽ ഒരാളെ പോലും ഞാൻ വഴിമുടക്കില്ല, ഒരാൾക്ക് പോലും ഞാൻ ബുദ്ധിമുട്ടുണ്ടാക്കില്ല, സാധാരണക്കാരോടൊപ്പം ഞാൻ നിൽക്കുമെന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ എന്താ വിചാരിക്കുക? നിങ്ങളെ വലിയ പ്രതീക്ഷയോടെ ഇരിക്കുമ്പോ ഞങ്ങളുടെ മുഖ്യമന്ത്രി വരുമ്പോ അവിടെ there is no protocol, there is no restriction. നമുക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോലെ CM ആക്സസ് ചെയ്യും ഗുരുവായൂരിനെ. ജനങ്ങളെല്ലാം സാധാരണ പോലെ വന്നു. സാധാരണ നിലയിൽ മുഖ്യമന്ത്രി ഉണ്ടെന്ന് പറയുമ്പോൾ ജനങ്ങൾ ചിലപ്പോൾ ഒന്നും മടിക്കുന്നേ, അവിടെ പോകണ്ട, ഇന്ന് വലിയ പ്രോട്ടോകോൾ ഉണ്ടാവും, വലിയ സുരക്ഷ ഉണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോകണ്ട എന്ന് കരുതും. പോകണ്ട എന്ന് കരുതേണ്ടിയിരുന്ന ജനങ്ങളെ പോകാമെന്ന് തോന്നിപ്പിച്ചത് നിങ്ങളുടെ പ്രസ്താവനയാണ്. എന്നിട്ട് നിങ്ങൾ അവിടെ വലിയ രീതിയിലുള്ള പ്രോട്ടോകോളിലൂടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങളെ ഉണ്ടാക്കി എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ഈ നിലപാടെടുക്കുന്നത് ശരിയല്ല. കാരണം ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. CM, ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. ഡേറ്റ എവിഡന്റ് ആണ് സോഷ്യൽ മീഡിയയിൽ, പ്ലാറ്റ്ഫോമിൽ. ഇതൊരു ഡിജിറ്റൽ യുഗമാണ്, നിങ്ങളത് മനസ്സിലാക്കുക. വെറുതെ നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഉരുട്ടി വായിലേക്ക് വിഴുങ്ങുന്ന പൊട്ടന്മാരായി ഞങ്ങൾ കാണല്.